അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. കഴിഞ്ഞ ദിവസം ഒരു ദീനിയായ 20 വയസ്സുകാരി മരണപ്പെട്ടു. സ്വയം ജീവനൊടുക്കിയതാണ്, തൂങ്ങിയതാണ്. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 മാസമേ ആയുള്ളൂ. ഒരു ദീനിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവൾക്ക് സംഭവിച്ചത് എന്താണ്? പ്രിയപ്പെട്ടവരെ, പെൺമക്കളുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കുട്ടിയുടെ വീട്ടുകാർ പോലും മറച്ചു വെച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ നാടും വീടും ഞാൻ പറയില്ല. ഇതൊരു കഥയായി നിങ്ങൾ കരുതിയാൽ മതി. നമ്മൾ പറയുന്ന ഓരോ കഥയിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഓരോരോ ഓർമ്മപ്പെടുത്തലുകളുണ്ടാവും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആ ഒരു പാവപ്പെട്ട കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ. അതിനു മുമ്പ് പെൺമക്കളുള്ള എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. പാവങ്ങളെയാണ് ഇവർക്ക് നോട്ടം. പാവപ്പെട്ട നമ്മുടെ യതീം കുട്ടികളെയാണ് ഇവർക്ക് കണ്ണ്. മക്കളെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനം ഖേദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ മക്കളാണ്, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് പെണ്ണിനെ കിട്ടാത്ത കാലമാണ്. അപ്പോൾ അവർ നോട്ടമിട്ടിരിക്കുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയാണ്, യതീം മക്കളെയാണ്. കൊടുക്കരുത്, കുരുതി കൊടുക്കരുത്. നമ്മളിൽ ആളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ നമ്മുടെ പൊന്നുമക്കളാണ്. അവർക്ക് പറിച്ചു കീറാൻ ഇട്ടുകൊടുക്കരുത്. കാലം അങ്ങനെയാണ്. ചെറുക്കനെക്കുറിച്ച് നന്നായി അന്വേഷിക്കുക. അന്വേഷിച്ചാലും മനസ്സിലാക്കാത്ത വിധം മാറിയിരിക്കുന്നു നമ്മുടെ മക്കൾ. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് നല്ലവനാണോ കെട്ടവനാണോ എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. കാറുണ്ടാകും, ബംഗ്ലാവ് ഉണ്ടാകും, നല്ല പണക്കാരനായിരിക്കും. അവർ പറയാണ്, എനിക്ക് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് യതീമായ ഒരു പാവം മോളെയാണ് വേണ്ടത്. അപ്പോൾ എത്തിപ്പെടുന്നത് പാവപ്പെട്ട വീട്ടിലാണ്. ആ പാവം മോളെയാണ് അവനിക്ക് നോട്ടം. അപ്പോൾ പാവപ്പെട്ടവരാകുമ്പോൾ എന്താണ് ചിന്തിക്കുക? നല്ല പണക്കാരൻ, അവൻ വസിയത്ത് ചെയ്തതാ ഒരു പാവപ്പെട്ട കുട്ടിയെ കിട്ടുമെന്ന്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ മോളെ ചോദിച്ചിട്ടുണ്ടാവുക എന്ന്. അല്ലാതെ അവനക്ക് വേറെ പെണ്ണ് കിട്ടായിട്ടൊന്നല്ല. ഇന്ന് പലരെയും ഏൽപ്പിക്കുകയാണ്, ഉസ്താദുമാരെയും മറ്റുള്ളവരെയും. എനിക്കൊരു പാവപ്പെട്ട യതീം കുട്ടിയെ കല്യാണം കഴിക്കണമെന്നുണ്ട് ഉസ്താദെ, അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ എന്ന്. അങ്ങനെ അവരെ വിവരമറിയിക്കുകയാണ്, അവരവിടെ എത്തുകയാണ്. ഈ പാവപ്പെട്ട ഉപ്പ പിന്നെ അവനെക്കുറിച്ച് ഒന്നും നോക്കിയില്ല. മകൾക്ക് നല്ലൊരു ആലോചന, നല്ല പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. അവരെന്താ ജോലി എന്ന് മാത്രം ഇന്നത്തെ ആളുകൾ ചിന്തിക്കാറില്ല. പണ്ടൊക്കെ ആളുകൾ ആദ്യം ചോദിക്കുക അവനെന്താണ് ജോലി എന്നാണ്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ വാഹനത്തിലും അവൻ്റെ വീടുകളിലുമാണ് നോട്ടം. അതാണ് കുഴപ്പം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ പണം? നമുക്ക് ഇന്നല്ലേ ജീവിക്കേണ്ടൂ. ഇന്ന് ജീവിക്കേണ്ട പണമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. നല്ലൊരു ജീവിതമല്ലേ നമുക്ക് വേണ്ടത്, നമ്മുടെ മക്കൾക്ക് വേണ്ടത്. നമ്മൾ അന്വേഷിക്കുന്ന ചെറുക്കൻ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ നമുക്ക് അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നിന്റെ കാലമാണ്. സ്വന്തം വീട്ടുകാർക്ക് പോലും മനസ്സിലാവുന്നില്ല, പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഉപയോഗിക്കാനും വിൽക്കാനും നിയമത്തിന്റെ മുന്നിൽ അകപ്പെട്ടാൽ എളുപ്പം പുറത്തു വരാനും പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ MDM പോലുള്ള മയക്കുമരുന്ന് ബിസിനസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പാടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മുടെ മക്കളെ പിടിച്ചേൽപ്പിക്കുക. പണവും പത്രാസും കണ്ട് മാത്രം നമ്മൾ മക്കളെ പിടിച്ചേൽപ്പിക്കാതിരിക്കുക. ഇന്ന് പല സംഭവങ്ങളും നമ്മൾ കാണുന്നതാണ്. അവിശ്വസനീയമായ സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ് നിരന്തരം. അത് നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ നമ്മൾ ജാഗ്രതയായിരിക്കുക. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ആത്മഹത്യ ചെയ്തവരെ കുറ്റം പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും. ഈ കഥ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുക. എന്നിട്ട് ചിന്തിക്കുക, ആ കുട്ടി പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന്. പൊട്ടിക്കരഞ്ഞു പോകും ആ മോളുടെ കഥ കേട്ടാൽ. ആ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ പാവപ്പെട്ട ഒരു കുടുംബം, ഉപ്പയും ഉമ്മയും 2 മക്കളും. അങ്ങനെ ചെറിയൊരു ഫാമിലി. ചായക്കടക്കാരനാണ് ഉപ്പ. അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹത്തിന് ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് മക്കൾ. ഈ മരണപ്പെട്ട മോള് പഠിക്കുന്നത് അറബി കോളേജിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവര് ദീനിയായ കുടുംബമാണെന്ന്. ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് അവർ വളർന്നത്. നല്ല ദീനിയായി മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നു. മകള് പഠിക്കുന്നത് അറബി കോളേജിലാണ്. ഈ മോളെ ഒരു യുവാവ് കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ആ മോള് കാണുന്നതല്ല കേട്ടോ, അവൻ കണ്ട് ഇഷ്ടപ്പെട്ട് അവളുടെ വീട് കണ്ടെത്തി വിവാഹത്തിന് വേണ്ടി അവളെ ചോദിച്ചു. ഇവന്റെ പണവും പത്രാസും വിലപിടിപ്പുള്ള പലതും കണ്ടപ്പോൾ അയാളൊന്ന് ഞെട്ടിപ്പോയി. ഈ പാവപ്പെട്ട എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആലോചനയോ? അപ്പോൾ അവൻ്റെ കുടുംബം പറഞ്ഞു, അവൻ്റെ നിയത്താണ് ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കുക എന്നത്. അപ്പോൾ ഉപ്പ കരുതി, നല്ല മോനായിരിക്കും, പടച്ചറബിൽ നിന്നുള്ള പുണ്യം കിട്ടാനാണെന്ന് കരുതി ആ മനുഷ്യൻ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെയാണ് പണ്ടുള്ള നല്ല പണക്കാരൊക്കെ
വിവാഹം കഴിക്കാറ്. അത് പടച്ച റബ്ബിൽ നിന്നുള്ള പുണ്യത്തിന് വേണ്ടിയുള്ള ഒരു നിയത്തായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു. അത് മനസ്സിലാക്കാൻ ഈ പാവത്തിന് അറിയില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടം ആ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സുന്ദരൻ, ആ കുട്ടിക്കും ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടി പ്രേമിച്ചതൊന്നല്ല കേട്ടോ, ആ പെൺകുട്ടിയെ ഇവൻ കണ്ടതാണ് റോഡിൽ നിന്നും. അങ്ങനെയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞു. പുതിയാപ്പിളക്ക് അങ്ങ് ദുബായിലാണ് ജോലി. എല്ലാം കൊണ്ടും ആ ഉപ്പ കരുതി എൻ്റെ മോള് ഭാഗ്യവതിയാണ്. വിവാഹം തകൃതിയായി നടന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവൻ്റെ ജോലിക്ക് വേണ്ടി ദുബായിലേക്ക് പോയി. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് അവൾക്കും ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് ആ മോളെ ദുബായിലേക്ക് കയറ്റി. പിന്നെ 2 മാസം കഴിഞ്ഞ് ആ പെൺകുട്ടി തിരിച്ചു വരികയാണ്. കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന കുട്ടി തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. വീട്ടിലെത്തിയ ആ കുട്ടിക്ക് അസഹനീയമായ മൂത്രക്കടച്ചിലായിരുന്നു. അങ്ങനെ അതും കൊണ്ട് ഡോക്ടറെ അടുത്ത് കാണിക്കലാണ് ഈ കുട്ടി വന്നപ്പോൾ മുതലുള്ള പണി. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ നമ്മൾ കെട്ടിച്ചയക്കുമ്പോൾ ഉമ്മമാര് മക്കളെ വിളിച്ച് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കണം. പണ്ടൊക്കെ കൊടുക്കാറുണ്ട്. പണ്ട് മക്കളെ വിളിച്ച് ഉമ്മമാർ ഉപദേശം കൊടുക്കാറ്, മോളെ പുതിയ വീടാണ്, പുതിയ ആളുകളാണ്, അവർ പറയുന്നതൊക്കെ നീ കേൾക്കണം, എന്ത് പറഞ്ഞാലും സഹിച്ചും പുറത്തും അവിടെ നിൽക്കണം, ഒന്നും തർക്കുത്തരമായിട്ട് പറയാൻ പാടില്ല, അവരൊക്കെ പുതിയ ആളുകളാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാറ്. പക്ഷെ ഇന്ന് നിങ്ങൾ മക്കളെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ടതും കേട്ടതും കൊണ്ട് പറയാം, മക്കൾക്ക് നമ്മളോട് എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ, മോളെ നീ പോകുന്നത് അന്യ വീട്ടിലാണ്, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഉമ്മയോട് പറയണം കേട്ടോ എന്നൊരു വാക്ക് മക്കളോട് പറയണം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ചില മക്കൾക്ക് പേടിയാണ് മാതാപിതാക്കളോട് ഇതൊക്കെ പറയാൻ. എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ അവരെ കാണണം. കാലം അതാണ്. ഈ കുട്ടി ഗൾഫിൽ നിന്നും വന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ മുഖം നോക്കി അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു ബന്ധമായിരിക്കണം മാതാപിതാക്കളും മക്കളും തമ്മിൽ. അവർ പറയുന്നതിന് മുമ്പ് നമ്മൾ അവരോട് ചോദിക്കണം, എന്ത് പറ്റി മോളെ എന്ന്. നാട്ടിൽ വന്ന് 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. ആ കുട്ടി സ്വയം ജീവനൊടുക്കി. കഴിഞ്ഞ ദിവസം മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടും ബെഡ്റൂമിൽ നിന്നും മോളെ പുറത്ത് കണ്ടില്ല. എന്താണ് ഈ മോൾ ഈ റൂമിൽ നിന്നും ചെയ്യുന്നത് എന്ന് നോക്കാൻ ഉമ്മ കതകിന് തട്ടി വിളിക്കുകയാണ്. മോളെ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ച്. ഒരുപാട് തട്ടിയിട്ടും മുട്ടിയിട്ടും ആ വാതിൽ തുറന്നില്ല. നമ്മുടെയൊക്കെ മുന്നിൽ എന്നേക്കുമായി ആ വാതിൽ അടച്ചിരിക്കുകയാണ് ആ പൊന്നുമോള്. വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ ആ പൊന്നുമോള് തൂങ്ങിയാടുന്ന നിലയിലാണ് അവർ കണ്ടതും ആ മാതാവിൻ്റെ ബോധം പോയി. ഒരു പുരുഷൻ നെഞ്ചത്തടിച്ച് കരയുന്ന ഇത് ആദ്യമായി കാണുന്നതാണ്. ആ മനുഷ്യൻ അട്ടഹസിച്ച് കരയുകയായിരുന്നു സ്വന്തം ഉപ്പ. പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട്, എന്തിനാണ് മോളെ ഇത് ചെയ്തതെന്നും പറഞ്ഞ് ആ മനുഷ്യൻ ആർത്ത് കരയുകയായിരുന്നു. ഇത് കണ്ട ജനപ്രവാഹത്തിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. ആ നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഒരു മരണമായിരുന്നു ഇത്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? അവിടേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. 2 മാസം കഴിഞ്ഞാണ് മൂത്രക്കടച്ചിലുമായി ഈ പെൺകുട്ടി നാട്ടിലേക്ക് വരുന്നത്. ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു എഴുത്തെഴുതി വെച്ചിരുന്നു. അതുമാത്രമല്ല, ഉറ്റ സുഹൃത്തുക്കളോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. 2 മാസത്തേക്ക് ദുബായിൽ പോയ ഈ പെൺകുട്ടി തിരിച്ചു വരുന്നത് അവളുടെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു. അവന് ജോലി മയക്കുമരുന്ന് ബിസിനസ്സായിരുന്നു. അവൻ അവളെ കൊണ്ടുപോയത് അവന് വേണ്ടി മാത്രമല്ലായിരുന്നു, അവൻ്റെ സുഹൃത്തുക്കൾക്ക് കൂടിയായിരുന്നു. ആരും ഇത് വിശ്വസിക്കില്ല. സ്വന്തം ഭാര്യയെ മയക്കിക്കിടത്തി സുഹൃത്തുക്കൾക്കടക്കം കൊടുക്കുകയായിരുന്നു ഈ ഒരു തെമ്മാടി. ആ പാവം മോള് മൂത്രക്കടച്ചിലുമായി നാട്ടിലെത്തിയപ്പോൾ ആ മോളുടെ മുഖം കണ്ട് മനസ്സിലാക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും ആ പെൺകുട്ടി എല്ലാം മനസ്സിലൊതുക്കി പടച്ച റബ്ബിനെ ഓർത്ത് ജീവിക്കാമെന്ന് കരുതിയതാ. അതിനിടയിലാണ് കുറച്ച് ദിവസം മുമ്പ് അവൻ വീണ്ടും വിളിച്ചത്, അങ്ങ് ദുബൈയിലേക്ക് ചെല്ലാൻ. വന്നില്ലെങ്കിൽ ഇവൻ ഷൂട്ട് ചെയ്ത ഇവരുടെ നഗ്നമായ വീഡിയോ ആളുകളുടെ മുന്നിലെത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പാവം മോള് എല്ലാം നഷ്ടപ്പെട്ട് പടച്ച റബ്ബിനെ ഓർത്ത് ജീവിക്കാമെന്ന് വെച്ചതാ. ഇത് കേട്ടതും പാവം ആ കുട്ടിയുടെ മനസ്സ് മാറിയിട്ടുണ്ടാകും. മാനസിക നില തെറ്റിപ്പോയിട്ടുണ്ടാകും. മാനസിക നില തെറ്റിപ്പോയാൽ പിന്നെ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് പറയേണ്ടതില്ലല്ലോ. ആ മനുഷ്യൻ പിന്നെ എന്താണ് കാട്ടിക്കൂട്ടുക എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മരണപ്പെട്ടവരെക്കുറിച്ച് പലതും പറയാനുണ്ടാകും. അരുത് പ്രിയപ്പെട്ടവരെ. എങ്ങനെ മരണപ്പെട്ടാലും മരണപ്പെട്ടവരെത്തുന്നത് പടച്ചറബിലേക്കാണ്. വിധി എഴുതുന്നവനും തീരുമാനിക്കുന്നവനും അവനാണ്. നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞ് അവർ ചെയ്ത തെറ്റുകൂടി നമ്മൾ വാങ്ങിച്ചു കൂട്ടരുത്. മരണപ്പെട്ടവർക്ക് നമുക്ക് ചെയ്യാനുള്ളത്
അവർക്ക് വേണ്ടി മഅഫിറത്തിന് വേണ്ടി ചോദിക്കുക എന്നാണ്. അവർക്ക് വേണ്ടി മാപ്പിരക്കുക എന്നതാണ്. അവിടെയാണ് നമുക്ക് പ്രീതി ലഭിക്കുക പടച്ചറബിന്റെ. ആ പൊന്നുമോളെ ആ കഴുകൻ ദുബായിൽ കൊണ്ടുപോയി അവന്റെ സുഹൃത്തുക്കൾക്ക് കാണിക്ക വെക്കുകയായിരുന്നു. എവിടെ എത്തിപ്പോയി നമ്മുടെ ഈ ദുനിയാവ്? എന്തൊരു നികഷ്ടമായ ചിന്ത! അതിശയിക്കാനൊന്നുമില്ല. സ്വന്തം ഉമ്മക്ക് വരെ ഗർഭമുണ്ടാക്കുന്ന മക്കളുടെ കാലമാണിത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ദുബായിൽ വിളിച്ച് അവനോട് പറഞ്ഞു, നിന്റെ ഭാര്യ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അത് പറഞ്ഞതും അവനും കരച്ചിലും പിഴച്ചിലുമായിരുന്നു. എന്തു പറ്റി എൻ്റെ മോൾക്ക് എന്നായിരുന്നു ചോദ്യം. ഒന്നും അറിയാത്തതുപോലെ. ഇവനൊരു വിശ്വാസമുണ്ടായിരുന്നു അവളിൽ. പാവം മോളായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും എന്ത് കാട്ടിയാലും ആരോടും ഇവൾ പറയില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത്രക്ക് പാവമായിരുന്നു ആ പൊന്നുമോള്. പെട്ടുപോയതാ, പെടുത്തിയതാ അവൻ്റെ കുടുംബമടക്കം. അങ്ങനെ ഇതറിഞ്ഞതും ഞാൻ വന്നിട്ട് മയ്യത്തെടുത്താൽ മതിയെന്നും പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവൻ ടിക്കറ്റും എടുത്ത് നാട്ടിലേക്കെത്തി. നാട്ടിൽ കാത്തു നിൽക്കുകയായിരുന്നു ജനക്കൂട്ടങ്ങൾ. അവൻ നിസാരമായി വന്നിറങ്ങിയതും പൊതിരത്തല്ലായിരുന്നു. പിന്നെന്താണ് ചെയ്യേണ്ടത്? തല്ലിച്ചതച്ച അവശനായ അവനെ എടുത്തു കൊണ്ടുപോയത് പോലീസുകാരായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്, ചികിത്സയിലാണ്. അവൻ കരുതി ഇവൾ ആരോടും ഇത് പറയില്ല, ആ മയ്യത്തിൻ്റെ മുന്നിലും അഭിനയിക്കാമെന്ന്. പക്ഷേ ആ കുട്ടി എല്ലാം എഴുതി വച്ചിരുന്നു, സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഇവനിത് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ നാട്ടിലുള്ളപ്പോഴേ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ആ മോള് ഇതെൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറയരുതെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയും ഉപ്പയും വേദനിക്കരുത് എന്ന്. പക്ഷേ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ ഒരു തെമ്മാടി ഇങ്ങനെ ചെയ്യുമെന്ന്. നിങ്ങൾ തന്നെ പറയണം, പിന്നെ ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത്? എല്ലാം നഷ്ടപ്പെട്ടു വന്നതാ ആ പൊന്നുമോള്. എന്നിട്ടും അവൻ വെറുതെ വിട്ടില്ല. ആ പൊന്നുമോളുടെ മനസ്സ് തെറ്റിപ്പോയിട്ടുണ്ടാകും ആ ഒരു നിമിഷം. ആ പൊന്നുമോള് മരിച്ചു കിടക്കുന്ന കിടപ്പ് കണ്ടവരുടെയൊക്കെ കണ്ണുകൾ ഈറനണയുകയായിരുന്നു. ജനാസാ നമസ്കാരത്തിന് ആയിരങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബ് ആ പൊന്നുമോൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നിനക്കറിയാലോ റബ്ബേ എല്ലാം. ആ പാവം മോൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ഒന്നും അറിയാത്ത പാവം നമ്മുടെ മക്കളാണ് റബ്ബേ പെട്ടുപോകുന്നത്. പരീക്ഷിക്കല്ലേ റബ്ബേ, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കല്ലേ റബ്ബേ. നാടിനെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കഥയായി കരുതിയാൽ മതി. ഈ സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ സദുദ്ദേശം ഉദ്ദേശിച്ച് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.